ഹായ്, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്ത്രീകൾക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, പലപ്പോഴും നമുക്ക് കുറച്ച് ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ക്ഷീണം, തളർച്ച, മടി, ഉത്സാഹക്കുറവ്, പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക. ഇങ്ങനെ വീട്ടിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഒക്കെ പോയി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ എനർജി മുഴുവനും ഡ്രെയിനായി പോയ ഒരവസ്ഥ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ നമുക്കുണ്ടാവുന്നതിനുള്ള കാരണങ്ങൾ അത് പലതാവാം. ആ കാരണങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലേറ്റവും ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവുന്ന അനീമിയയാണ്. അതായത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു പോവുക. ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാവുന്നത് നമുക്ക് ബ്ലഡ് സപ്ലൈയിൽ ഓക്സിജൻ കുറഞ്ഞു പോകും. അപ്പം നമ്മുടെ ബ്രെയിനൊന്നും അത്ര ഷാർപ്പാവില്ല. നമ്മൾക്ക് ഓർമ്മക്കുറവുണ്ടാവാം, ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം, നമ്മുടെ പെട്ടെന്ന് ഷാർപ്പായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ശരിക്കും ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ രക്തക്കുറവ്, വിളർച്ച എന്നൊക്കെ നമ്മൾ പറയുന്ന കണ്ടീഷനിലാണ് ഇത് വരുന്നത്. പിന്നെ രണ്ടാമത് കാണുന്നത് ഒരു മധ്യവയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ഡയബറ്റീസ് ഉണ്ടാവും, നമ്മളറിയാതെ പോകും. കാരണം എപ്പോഴും നമ്മളിപ്പോൾ ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ, ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വല്ലാതെ ക്ഷീണം വരുന്നു, വെള്ളം കുടിക്കാനുള്ള ദാഹം ഉണ്ടാവുന്നു, അതുപോലെ തന്നെ മൂത്രം കൂടെ പോകുന്നു. ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ അത് മിക്കവാറും പ്രമേഹം കൊണ്ടുണ്ടാവുന്നതായിരിക്കാം. അപ്പോൾ അതും തളർച്ചയ്ക്കോ അല്ലെങ്കിൽ ക്ഷീണത്തിനോ കാരണമാവും. പിന്നെ നമുക്കുണ്ടാവുന്ന മിനറൽസ് ആൻഡ് വൈറ്റമിൻ ഡെഫിഷ്യൻസി, അതിപ്പോൾ വിറ്റമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. എവിടെ ഇരുന്നാലും നമ്മൾ അപ്പം തന്നെ ഉറങ്ങിപ്പോകും. അതും ക്ഷീണത്തിൻ്റെ ഒരു കാരണമാണ്. വിറ്റാമിൻ D ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ഉന്മേഷക്കുറവുണ്ടാവും. പിന്നെ ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മൾ ഒരുപാട് ആഹാരം കഴിക്കുന്നു, യാതൊരു വ്യായാമവും ചെയ്യുന്നില്ല, ഇങ്ങനെയുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ക്ഷീണവും തളർച്ചയും ഉത്സാഹക്കുറവും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ കൗമാരക്കാരിലും വീട്ടമ്മമാരിലും അതുപോലെ തന്നെ ജോലിയുള്ളവരിലും എല്ലാവരിലും കാണുന്ന ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗമാണ്. അത് രാത്രിയിൽ നമ്മൾ ഉറങ്ങേണ്ട സമയം നീട്ടി 12 മണിയും 1 മണിയൊക്കെ വരെ നമ്മളിങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഉറക്കം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പൂർണ്ണം ആവാത്തതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ക്ഷീണമുണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഈ മൊബൈൽ നമ്മൾ കൂടുതൽ നേരം യൂസ് ചെയ്യുന്നതുകൊണ്ട് കഴുത്തിൻ്റെ വേദന, അതായത് സ്പോണ്ടിലൈറ്റിസിലേക്ക് വരെ അതെത്തിക്കാം. അപ്പോൾ ഈ ഉറക്കക്കുറവ്, ശരിക്കും ഉറങ്ങാതിരിക്കുന്നതും ഈ ക്ഷീണത്തിന് അല്ലെങ്കിൽ തളർച്ചയ്ക്ക് ഒരു കാരണമായിരിക്കും. പിന്നെ മറ്റൊന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സ്ട്രെസ് ലെവല്, അതിപ്പോൾ ഹോർമോൺ ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ് ലെവലും ആവാം. പ്രത്യേകിച്ച് മെനോപോസ് ഉള്ളൊക്കെ സ്ത്രീകളിലാണെങ്കിൽ അവർക്ക് നാച്ചുറലി കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നത്, അതായത് പിത്തം കൂടുന്നതുകൊണ്ട്, ഹോർമോൺ ലെവലിൽ അളവ് കൂടുന്നതുകൊണ്ട് നമുക്ക് ബോണിലെ കാൽസ്യം പോവും. അതുപോലെ തന്നെ ദേഷ്യം, ഇമോഷണൽ സ്ട്രെസ്, ഇതെല്ലാം ഉണ്ടാവും. പെട്ടെന്ന് മൂഡ് ചേഞ്ചസ് ഉണ്ടാവും. ഇത് മെനോപോസൽ ഏജിൽ, അതായത് 40-42 മെൻസസ് നിൽക്കാൻ പോകുന്ന സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത്. ഇങ്ങനെ പല കാരണങ്ങൾ. മറ്റു രോഗങ്ങളൊക്കെ വലിയ രോഗങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇത് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ഈ ക്ഷീണവും തളർച്ചയും ഉന്മേഷക്കുറവും ഒക്കെ വരുന്നതിനുള്ള കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇതിപ്പോൾ നമുക്ക് രക്തക്കുറവ് കൊണ്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം വരും. അതായത് നമ്മുടെ ഡേറ്റ്സ്, പിന്നെ ഞാൻ ബോംബെയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അവിടെയാണെങ്കിൽ നമുക്ക് പാലക്ക്, ഇലക്കറികൾ, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാലും വ്യത്യാസം വരും. അതുപോലെ നമ്മുടെ അനാർ, ഡാഡിമം, മാതള നാരങ്ങ, ഇതിൻ്റെയൊക്കെ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ കൗണ്ട് കൂടും. ബീട്രൂട്ട്, ഇങ്ങനെ നമുക്ക് ആഹാരത്തിൽ ഇതുപോലെ തന്നെ ഗൂഡ്, അതായത് നമ്മുടെ ശർക്കര, അതിലുമുണ്ട് അയൺ. അപ്പോൾ ഈ അയൺ കണ്ടൻസ് ഉള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹീമോഗ്ലോബിൻ കുറവുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റും. പിന്നെ കാൽസ്യം ഡെഫിഷ്യൻസി ആണെങ്കിൽ അത് കഴിക്കുക. വിറ്റാമിൻ ഡിയും വൈറ്റമിൻ B12 ഒക്കെ നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാം. അപ്പോൾ എന്താണോ കുറഞ്ഞു പോയിട്ടുള്ളത് അത് നമ്മൾ അതിൻ്റെ ലെവൽ എത്തുന്നത് വരെ മരുന്ന് കഴിക്കുക, അതിനുശേഷം അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഹീമോഗ്ലോബിൻ 9 ഉള്ളൂ അല്ലെങ്കിൽ 10 ഉള്ളൂ, എപ്പോഴും എൻ്റെ ഹീമോഗ്ലോബിൻ ആ ലെവലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഹീമോഗ്ലോബിൻ കൂട്ടാനുള്ള മരുന്നെടുത്തതിന് ശേഷം പിന്നീട് നമ്മുടെ ആഹാരത്തിൽ നമ്മളത് ക്രമീകരിക്കുക. അതുപോലെ തന്നെ B12 ആയാലും വൈറ്റമിൻ D ഡെഫിഷ്യൻസി ആയാലും എല്ലാത്തിലും നമ്മൾ ആദ്യം മരുന്നുകൊണ്ട് അതിനെ ക്രമീകരിച്ചതിന് ശേഷം ആഹാരത്തിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ചികിത്സാ രീതി. പിന്നെ ചിലപ്പോഴും നമുക്കുണ്ടാവുന്നത് പൈൽസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബ്ലീഡിങ് ഉണ്ടാവുക. അപ്പോൾ സ്ത്രീകൾക്ക് ഇപ്പോൾ മെൻസ്ട്രുവൽ സൈക്കിളിൽ ബ്ലഡ് ഫ്ലോ കൂടുതലാവുക, കൂടുതലായിട്ട് രക്തം പോയി കഴിഞ്ഞാലും
ക്ഷീണം, വിളർച്ച ഇതെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ചികിത്സ എത്രയും പെട്ടെന്ന് തേടുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രതിവിധി. അപ്പോൾ നമുക്ക് ഈ ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതലും നമ്മുടെ ചുറ്റുമുള്ളവരാണ് ബുദ്ധിമുട്ടുക. കാരണം നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ മുറുമുറുക്കാൻ തുടങ്ങും. നമുക്ക് നല്ല ആരോഗ്യം ഉള്ള ശരീരവും മനസ്സും ഉണ്ടെങ്കിലാണ് നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മാനസിക ആരോഗ്യം, അതായത് സ്ട്രെസ്സും ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ സ്ട്രെസ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നല്ല ചിട്ടയായ ആഹാരക്രമം, നല്ല വ്യായാമം, നമ്മുടെ മനസ്സ് ശാന്തമാക്കാനുള്ള മറ്റെന്തെങ്കിലും, അതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഹോബീസ്, ചിലർക്കത് മെഡിറ്റേഷനോ പ്രാർത്ഥനയോ, മറ്റു ചിലർക്ക് മ്യൂസിക് തെറാപ്പി, അങ്ങനെ എന്തും നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക, മനസ്സിന് ശാന്തമാക്കി വയ്ക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം, തളർച്ച ഇങ്ങനെയുള്ളതിൽ മാറ്റം വരും. കഴിക്കാൻ പറ്റുന്ന മരുന്ന്, അത് നമുക്ക് ഇപ്പോഴത്തെ തളർച്ചയോ ക്ഷീണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസം വരുമല്ലോ എന്ന് വിചാരിച്ച് മരുന്ന് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മരുന്ന് ച്യവനപ്രാശം. നെല്ലിക്ക അടങ്ങുന്ന സാധനങ്ങൾ, ഇപ്പോൾ നെല്ലിക്ക ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും നെല്ലിക്ക അടങ്ങുന്ന സാധനങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ ഈ പറഞ്ഞ എല്ലാ ഡെഫിഷ്യൻസിയിലും മാറ്റം വരാറുണ്ട്. അപ്പോൾ അത് ച്യവനപ്രാശം കഴിക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും ഓരോ ടീസ്പൂണ്, അത് ശരിക്കും ആഹാരം ദഹിച്ചു കഴിഞ്ഞതിന് ശേഷം 1 ടീസ്പൂൺ കഴിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ലത്. താങ്ക് യു.